ദേ നമുക്ക് ഇത്രത്തോളം ചിപ്പിക്കൂണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിളവെടുക്കുന്നൊരു കുഞ്ഞൻ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതുവരെ മഷ്റൂമിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു മഷ്റൂം അവൈലബിൾ ആണോ എന്ന്. നമ്മൾ കൊടുത്തു തുടങ്ങിയിട്ടില്ല കേട്ടോ. അതിന് കുറച്ച് പ്രോസസ്സൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെയിലിന് വെക്കാമെന്ന് വിചാരിച്ചു. അതിനേക്കാളും വലിയൊരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചൂട് കൂടുതലാകുമ്പോൾ ഈ ഓയിസ്റ്റർ മഷ്റൂം നിൽക്കത്തില്ല. അത് ചൂട് അധികം ആയാൽ അത് കരിഞ്ഞു പോകും. ആ ബെഡിൽ വെച്ച് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാവുന്ന മഷ്റൂംസ് എല്ലാം അതുപോലെ കരിഞ്ഞു പോവുകയാണ്. അപ്പോൾ ഞാൻ ഉണ്ടായ മഷ്റൂമിനെ കുറച്ച്, ഇത് പിങ്കാണ്, പിങ്കിനെ പറിച്ചിട്ടാണ് തോരൻ വെക്കുന്നത്. നമ്മുടെ ഒരു ബെഡിൽ വൈറ്റും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ മണം, സ്മെല്ല് എന്താണെന്നൊന്ന് നോക്കുകയാണ്. നമ്മുടെ പാൽക്കൂണിനാണെങ്കിൽ ഒരു മെഡിസിൻ്റെ സ്മെല്ലാണ്. അപ്പോൾ ഇതിന് എനിക്ക് അധികം ഓവർ സ്മെല്ലൊന്നും തോന്നുന്നില്ല കേട്ടോ. നോർമൽ നമ്മുടെ മഷ്റൂമിൻ്റെ തന്നെ ഒരു സ്മെല്ലാണ്. അടുത്ത സ്റ്റേജിൽ നമ്മൾ നാടകം അരങ്ങേറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പണിയാണ് നമ്മുടെ ഉള്ളി തൊലിക്കുന്നതും അരിയുന്നതും ഒക്കെ കേട്ടോ. ഈ സമയത്താണല്ലോ നമ്മുടെ ഫേസിൽ ഒരുപാട് എക്സ്പ്രഷൻസ് വരുന്നത് കേട്ടോ. എനിക്ക് തന്നെ ഇതൊക്കെ കാണുമ്പോൾ ചിരി വരും. പിന്നെ ഞാൻ എടുത്ത കൂട്ടത്തിൽ ഈ ഒരു ക്ലിപ്പും കൂടി ആഡ് ചെയ്ത് ഇടുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് അരിഞ്ഞ് തീർക്കാമെന്ന് വെച്ചപ്പോഴത്തേക്കും നമ്മുടെ കത്തിക്ക് മൂർച്ചയില്ല കേട്ടോ. അത് വച്ച മാതി നല്ല പ്രസ് ചെയ്ത് ബലം കൊടുത്തിട്ട് വേണം അരിയാനായിട്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇത് അരിഞ്ഞ് തീർക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി എന്നാണ് ഞാനിത് അരിയണത് കേട്ടോ. നമ്മളായിട്ട് തന്നെ കൃഷി ചെയ്ത് ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ഞാൻ തോരത്തിനായിട്ടുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വേറൊന്നുമില്ല, കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ മഷ്റൂമുമാണ്. ഈ ഒരു ചീനച്ചട്ടി ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നല്ലൊരു ചട്ടിയാണ്, ഒരുപാട് ഉപയോഗിക്കാം. നമുക്ക് മീൻ വയ്ക്കാം, തോരൻ ഉണ്ടാക്കാം, എല്ലാ കറികളൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഈ ഒരു ചട്ടി ഗ്ലാമറസിൻ്റെ ആണ് കേട്ടോ. ഹാർഡ് ആനഡൈസ്ഡ് ആണ്. അകത്തെ കോട്ടിംഗ് എന്ന് പറയുന്നത് നോൺ സ്റ്റിക്ക് കോട്ടിംഗ് അല്ല കേട്ടോ. നമ്മുടെ ആനഡൈസ്ഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ചട്ടി വാങ്ങിച്ച ശേഷം ഞാൻ എല്ലാ കാര്യങ്ങൾക്കും, അതായത് ഒരു ദിവസം ചിലപ്പം കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പാത്രം തന്നെ ഉപയോഗിക്കും. നമ്മുടെ തോരത്തിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയും മഞ്ഞളും അതുപോലെ തന്നെ വലിയ ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. വീഡിയോയ്ക്ക് ഇടയ്ക്ക് ഷേക്കിങ് വരുന്നത് കുഞ്ഞ് ഒരു കയ്യിലിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. ഒരു സൈഡിൽ വെച്ചിട്ടൊക്കെയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഒരു ഷേക്കിങ് വരുന്നത് വീഡിയോയ്ക്ക്. നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ കുമ്മിളിലധികം വെള്ളമില്ല കേട്ടോ ഈ ഒരു ടൈപ്പിൽ. പിങ്കിനകത്ത് എനിക്കധികം അങ്ങനെ വെള്ളം തോന്നുന്നില്ല. നമ്മുടെ സീ ഫിഷിൻ്റെ ഒരു ടേസ്റ്റാണ് ഈ ഒരു പിങ്ക് മഷ്റൂമിനെന്നാണ് പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ടേസ്റ്റ് തന്നെയായിരുന്നു. നമ്മുടെ കണവയൊക്കെ വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ലൈറ്റ് സ്മെല്ലായിരുന്നു കേട്ടോ ഇതിന് കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് വന്നത്. ഞാൻ മഷ്റൂം വെച്ചിട്ട് രണ്ട് ഐറ്റം മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ. തോരനും അതുപോലെ തന്നെ കറിയും. ചിലരൊക്കെ മഷ്റൂം ബിരിയാണി അതുപോലെ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ തോരത്തിനുള്ള അരിപ്പൊക്കെ റെഡിയായി നമ്മൾ അതിലേക്ക് ഇട്ട് ഇളക്കുകയാണ്. അപ്പോൾ അധികം വെള്ളം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബെഡിൻ്റെ കാര്യങ്ങളൊക്കെ, അതായത് നമ്മളെ മഷ്റൂം ബെഡിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടൻറ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ കേട്ടോ. ഇടയ്ക്ക് സമയം കിട്ടാറില്ല, അതാണ് വീഡിയോ ലേറ്റ് ആവുന്നത്. അപ്പോൾ നമ്മുടെ പിങ്ക് മഷ്റൂമിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജ്, അതായത് ബെഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയകരമാണ്. കാരണം ചൂട്, ഞാൻ പറഞ്ഞല്ലോ, ചൂട് ഒട്ടും താങ്ങത്തില്ല ഈ ഓയിസ്റ്ററിന്. നമ്മുടെ മിൽക്കി ഏകദേശം 30 ഡിഗ്രി സെൽഷ്യസിന് സംതിങ് ഒക്കെ താങ്ങുന്ന ടൈപ്പാണ് മിൽക്കി എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് നമുക്ക് നോക്കാം കേട്ടോ. അത് ഇതുവരെയ്ക്കും ആയില്ല, കേസിങ് നടത്തിയിട്ടില്ല അതിന്. ഒന്നുകൂടെ ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. എന്നിട്ട് അരപ്പിൻ്റെ പച്ചമണം പോകാനായിട്ട് നമ്മുടെ കുമ്പിളിൻ്റെ വച്ചിട്ടുള്ളൊരു തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു കുഞ്ഞൻ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ കാണാം.